വിശുദ്ധ ലൂക്കാ സുവിശേഷം അധ്യായം 9. അക്കാലത്ത് യേശു 12 ശിഷ്യന്മാരെയും വിളിച്ച് സകല പിശാചുകളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി യേശു അവരെ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ പണമോ അപ്പമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ പറ്റിയ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവരാജ്യ സുവിശേഷത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. പ്രേക്ഷിത ദൗത്യം നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. നാം എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരുമാണ്. മാമോദീസ എന്ന ഏക കൂദാശയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും മഹത്തായ കൃപാവരം ദൈവവചന പ്രഘോഷണ കൃപാവരമാണ്. നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യം നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തിന് സാക്ഷികളാകുവാനും അനേകരെ നിത്യരക്ഷയിലേക്ക് വചനത്തിലൂടെ ആകർഷിക്കുവാനും ആനയിക്കുവാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലന്മാരെ യേശു അയക്കുമ്പോൾ ചില നിബന്ധനകൾ അവർക്ക് നൽകുന്നുണ്ട്. യേശു നൽകുന്ന നിബന്ധനകൾ സാധാരണഗതിയിൽ റബിമാർ നിർദ്ദേശിക്കുന്ന നിബന്ധനകളായിരുന്നില്ല, വ്യത്യസ്തമായിരുന്നു. അത് ഭൂമിയിലെ ഒരു ബലങ്ങളിലും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ യേശു അവരോട് ആവശ്യപ്പെടുന്നു. ഒരു മനുഷ്യൻ്റെ യാത്രയ്ക്ക് ആവശ്യമായതെല്ലാം യേശു എടുക്കരുത് എന്ന് പറയുന്നു. വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് എന്ന് യേശു ആവശ്യപ്പെട്ടു. ഒപ്പം യേശു പറയുന്നു, 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ പ്രവേശിക്കുന്ന വീട്ടിൽ താമസിക്കുകയും അവർ വിളമ്പുന്നത് ഭക്ഷിക്കുകയും ചെയ്യുക. ക്രിസ്തുവിൻ്റെ ലാളിത്യത്തിൻ്റെ സുവിശേഷമാണ് നാം പ്രഘോഷിക്കേണ്ടത്. ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നാം ആ സുവിശേഷം പങ്കുവയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ മനസ്സും ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലും അതിനുള്ളിൽ ഉണ്ടാകണം. നമ്മുടെ വചന പ്രഘോഷണങ്ങളെല്ലാം ലാളിത്യമുള്ളതാകണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠമാണ് പ്രേക്ഷിത ദൗത്യത്തിന് വേണ്ടി യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന രംഗം. ക്രിസ്തു എന്ത് മനസ്സോടുകൂടിയാണോ അവരെ ഈ വലിയ ദൗത്യത്തിലേക്ക് വിനിയോഗിക്കുന്നത്, അതേ മനസ്സോടുകൂടി ആയിരിക്കണം ഭൂമി ഉള്ളിടത്തോളം കാലം ഈ ദൗത്യം തുടരേണ്ടത്. നമുക്കും ലാളിത്യത്തിൻ്റെ സുവിശേഷവാഹകരാകാം. നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, എളിമയുടെ, വിശുദ്ധിയുടെ അടയാളമാകാം. ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിന് സജീവ സാക്ഷികളായി ഈ കാലഘട്ടത്തിൽ സുവിശേഷം പങ്കുവയ്ക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടാവുകയും സുവിശേഷത്തിൽ നാം വായിച്ചതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും അവർ രോഗികളെ സുഖപ്പെടുത്തുകയും തീഷ്ണ നിറഞ്ഞ സ്നേഹത്തോടെ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോവുകയും അവരുടെ ജീവിതം വലിയൊരു സാക്ഷ്യമായി തീരുകയും ചെയ്തു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ദൗത്യം നിറവേറ്റുവാൻ അവർക്ക് ബലമുണ്ടായത്. നാമും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ക്രിസ്തു സാക്ഷികളായി തീരാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ഈ കാലഘട്ടത്തിൽ വലിയ സാക്ഷ്യമായി തീരും. പ്രേക്ഷിത ദൗത്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന പരിപൂർണ ബോധ്യത്തോടെ ഏറ്റെടുക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗം നമ്മെ ഭരമേൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോട് നിറവേറ്റുവാൻ കൃപാവരം നൽകണമേ എന്ന് യാചിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.